എണ്ണ വിപണനത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിയെടുക്കാൻ സാധിക്കില്ല എന്നത് യുഎ മുന്നേ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റോബോട്ടിക്സൊപ്പം ടൂറിസവും എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ യുഎ തീരുമാനിച്ചത്. നിലവിൽ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും അത് തന്നെയാണ് ചെയ്തു വരുന്നത്. അത്തരത്തിലൊരു മുന്നേറ്റമാണ് സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടൂറിസം മേഖലയിലെ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് സൗദി അറേബ്യ റിയാദിൽ ഏറ്റവും വലിയ വിമാനത്താവളം ഒരുക്കും. സൗദി എയർലൈൻസിനെ ഇസ്ലാമിക് ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഉപയോഗിക്കാനും പദ്ധതിയുണ്ട്. ഇതിനോടൊപ്പം സൗദി അറേബ്യ പുതിയ വിമാന കമ്പനിയും തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. $430 ബില്യൺ സൗദി അറേബ്യ സിവിൽ ഏവിയേഷൻ മേഖലയിൽ നിക്ഷേപിക്കാൻ പോകുന്നത്. സൗദി കിരീടാവകാശിയുടെ പദ്ധതിയാണിത്. ഇതിന്റെ ഭാഗമായാണ് പുതിയ എയർലൈനും റിയാദിൽ വിമാനത്താവളവും സൃഷ്ടിക്കുക. പൂർണ്ണമായും ടൂറിസത്തിന്റെ ഭാഗമായാണ് പുതിയ എയർലൈൻ കമ്പനി പ്രവർത്തിക്കുക. അന്താരാഷ്ട്ര ബിസിനസ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം നിലവിലുള്ള സൗദി എയർലൈൻസിന് ജിദ്ദ, മക്ക, മദീന കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് ടൂറിസം ലക്ഷ്യം വെച്ചുള്ള യാത്രയ്ക്കും ഉപയോഗിക്കും. അതേസമയം സൗദിയിലെ പൊതു നിക്ഷേപ ഫണ്ടിന് കീഴിലായിരിക്കും റിയാദിലെ പുതിയ വിമാനത്താവളം. ഇത് എത്ര വലുപ്പമുള്ളതാകുമെന്നതും എന്ന് സ്ഥാപിക്കുമെന്നുള്ള കാര്യത്തിലും അന്തിമ ധാരണയിലെത്തിയിട്ടില്ല. 2030 100 ദശലക്ഷം ടൂറിസ്റ്റുകളെ സൗദിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. 2019 6 മടങ്ങായിരിക്കും ഇത്. നിലവിൽ സൗദി എയർലൈൻസിന് പുറമെ ഇതേ കമ്പനിയുടെ ഫ്ലൈ അദിലും വലീദ് ഇബ്ദു തലാൽ രാജകുമാരന്റെ ഫ്ലൈനാസുമാണ് സൗദിയുടേതായുള്ള വിമാനങ്ങൾ. എണ്ണേതര വരുമാനം ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പദ്ധതികൾ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.